കുട്ടികളാണ് മെയിൻ കാരണം. പിന്നൊന്ന് ഞാനും ഒരു കാരണമാണ്. ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ബോഡി ഷേമിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ വലിയൊരു ഹൈഫൈ പ്രശ്നമൊന്നും ആക്കാതെ നമ്മളത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, അല്ലാതെ നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടല്ല, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളെ, നെഗറ്റീവ് സ്വഭാവങ്ങളെ, ഫീലിങ്സിനെ ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ EFT ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിനൊന്നും പോസിറ്റീവാക്കി എന്താ പറയുക മാറ്റി അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. നമ്മൾ അത് തന്നെ അതേപോലെ തന്നെ പറയുകയാണ്. എനിക്കിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ആളുടെ പേരെടുത്തിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട്, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, നമുക്കൊരാളോട് സങ്കടമാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് എനിക്ക് നീ എന്നോടത് ചെയ്തത് തീരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിന്റ്സിൽ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അല്ലാതെ നമ്മളത് പോസിറ്റീവ്ലി ചെയ്തിട്ട് വേണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ പതുക്കെ നമ്മളത് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഫസ്റ്റിൽ ഇവരോട് ഇൻറ്റൻസിറ്റി ചോദിക്കും. നിങ്ങൾക്ക് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് നിങ്ങൾക്കത് തോന്നുന്നത്, ആ ഒരു ഫീല് വരുന്നത്, ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ആളോടുള്ള അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിനോട് എന്തിനോടാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണ് അത് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ ചോദിക്കും. അതിൻ്റെ സഡ്സ് ലെവൽ ചോദിക്കും. സബ്ജക്റ്റീവ് യൂണിറ്റ് ഡിസോർഡർ എന്ന് പറയും. അത് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ പറയും എനിക്ക് ഇത്ര തോന്നുന്നുണ്ട്. ചിലവർ എനിക്ക് കുറേ അധികം, അല്ലെങ്കിൽ 1 തൊട്ട് 10 വരെയിൽ 10 തന്നെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ 100 തന്നെ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു റൗണ്ട് ടാപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, ഇപ്പം നിങ്ങൾക്ക് കുറഞ്ഞോ കൂടിയോ അത് അതേപോലെ തന്നെയാണ്. പക്ഷെ ഒരു 99% ഞാൻ ഇതുവരെ ചെയ്തതിൽ എന്തായാലും അവരെ സഡ്സ് ലെവൽ, അവർ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് തന്നെ കാണാറുള്ളൂ. ഇതുവരെ ആരും നമ്മുടെ അടുത്ത് വന്നത് സഡ്സ് ലെവൽ കുറയാതെ വന്നിട്ടില്ല. പിന്നീട് ഇത് വീണ്ടും അവർക്ക് റിലാപ്സ് ചെയ്യുമോ എന്ന് ഒരു ചോദ്യം വരുവാണെങ്കിൽ ഞാൻ പറയും ഇത്ര ഇൻറ്റൻസിറ്റിയിൽ വരില്ല. അവരുടെ ട്രിഗറിങ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇപ്പം എൻ്റെ ചെറുതിലിപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ വലുതായിട്ട് എന്നെ അതേപോലെ ആരെങ്കിലും പറയും, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോഴാണ് എനിക്ക് ഇവനാരെ തന്നോട് ചോദിക്കാനുള്ളൊരു സാധനം വരിക. പക്ഷെ പിന്നീട് ആ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ആ ഒരു ഇമോഷൻ വരും. ചിലപ്പോൾ ഒബ്വിയസ്ലി വരും. നമ്മൾ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ ഇതിങ്ങനെ തന്നെ പോവുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സ്ട്രെയിറ്റ് ലെവലിൽ പോവുള്ളൂ.